എടാ, കഴിക്കാൻ മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. വെള്ളം മറന്നു. നിങ്ങൾ കൊണ്ടുവന്നില്ല അല്ലേ? വെള്ളം എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് എത്ര നിസ്സാരമുള്ള കാര്യമെന്നറിയോ? ഞാൻ അമ്പ് ചെയ്ത പെട്ടെന്ന് വെള്ളം വരും, പക്ഷെ അമ്പ് കൊണ്ടുവരാൻ മറന്നു കേട്ടാ. പിന്നെ വെള്ളത്തിന് ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഭയങ്കര ക്ഷാമമായിരുന്നു. ജനങ്ങളൊക്കെ എന്റെ അടുത്ത് ഓടി വന്ന് കരഞ്ഞു. ആദ്യം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ ശരമെടുത്ത് ഭൂമിയിലേക്ക് അമ്പ് ചെയ്തു. ആ അമ്പ് ഭൂമിയുടെ അടിയിൽ ആഴത്തിലേക്ക് ഒരുപാട് പോയി. എന്നിട്ട് വെള്ളം മുകളിലേക്ക് വന്നു. അങ്ങനെ വെള്ളം കൂടി അതൊരു വലിയ കടലായി മാറി. ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഈ കടൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന്. കാട്ടുകുതിര അപകടത്തിൽ പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടെ ഇരിക്കൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. ശിവ, കാട്ടിലേക്ക് പോകല്ലേ, അവിടെ ഭൂതങ്ങൾ ഉണ്ടാകും. പ്ലീസ്, ഭൂതം വന്ന് പിടിച്ചില്ലെങ്കിലും കാട്ടുമൃഗങ്ങൾ വന്നാലും നിനക്ക് രക്ഷയില്ല. അഥവാ മൃഗങ്ങളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടാലും പിന്നെ ഏലിയൻസിന്റെ അടുത്തുനിന്ന് നിനക്ക് രക്ഷയില്ല. അവയൊക്കെ ഈ കാട്ടിലാ ഉള്ളത്. വരൂ, നമുക്കും പോകാം. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. എന്തായാലും നീ ഇത് ചെയ്തത് വളരെ ഉപകാരമായി. ഈ കറുത്ത കുതിരയെ പിടിക്കാൻ വേണ്ടി ഈ കുഴി ഞങ്ങളാണ് ഒരുക്കിയത്. എന്നാ ഞങ്ങൾ വരട്ടെ. അങ്കിൾ, ഈ കുതിരയെ മര്യാദയ്ക്ക് വിട്ടേക്കൂ. ഇത് സ്വതന്ത്രമായ കാട്ടുകുതിരയാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കയറിട്ട് കെട്ടി വലിച്ചോണ്ട് പോയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? അബു, ഇത്തിരി പോന്ന ഈ ചെറുക്കന്റെ വർത്താനം കേട്ടില്ലേ താൻ? ടി വി കണ്ട് പിള്ളേരൊക്കെ വഷളായി. മര്യാദയ്ക്ക് ആ കുതിരയെ വിട്ടേക്കൂ, അല്ലെങ്കിൽ കുട്ടി മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്ന നിന്റെ ശരീരത്തിന് നല്ലത്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ കുട്ടി എന്നെ തല്ലി. നീ എന്തുവാണ് നോക്കി നിൽക്കുന്നത്? നാശം പിടിച്ച കുട്ടി. എടാ സാബു, അവരെ പോയി തല്ലടാ. നിനക്ക് ഇത്ര സാമർത്ഥ്യോ? ശരിയാക്കി തരാം. Thank you, friend. Thanks again, friend. നിന്റെ കഴുത്തുനിന്ന് ഇപ്പൊ തന്നെ ഞാൻ ഇത് അഴിച്ചു വിട്ടേക്കാം.
ശിവ എന്താ പറ്റിയേ? ഒരു നല്ല ഭംഗിയുള്ള കറുത്ത കുതിര വേട്ടക്കാരി കുടിക്കിയ കെണിയിൽ വീണുപോയി. ഞാൻ വേട്ടക്കാരുമായി വഴക്കിട്ട് ആ കുതിരയെ വിടുവിച്ചു. അതിപ്പോ ഓടിപ്പോയി. അപ്പൊ ആ വേട്ടക്കാരി എവിടെ പോയി? ആ കറുത്ത കുതിര വീണ കുഴിയിൽ അവരും വീണിട്ടുണ്ട്. പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ കുഴിച്ചവൻ ഒരു ദിവസം വീഴുമെന്ന പഴഞ്ചൊല്ല്. നിനക്ക് ഞങ്ങൾ വരുന്നവരൊന്നും കാത്തിരിക്കായിരുന്നില്ലേ? ഞാൻ ആ കുതിരപ്പുറത്ത് കയറി ഓടിച്ചാലോ? ആ കുതിരയുടെ പുറത്ത് സവാരി ചെയ്തത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാട്ടുകുതിരയാണ്. ഞാനതിനെ രക്ഷിച്ചെങ്കിലും അതിന്റെ അടുത്ത് പോവാൻ ആ കുതിര സമ്മതിച്ചില്ല. ശരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെ അത് ഓടിപ്പോയത്. നമുക്കതിന് തൂഫാൻ എന്ന് പേര് വെക്കാം. എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ തൂഫാൻ എന്ന് വിളിക്കാം. തൂഫാൻ, ഇതാ ഇത് കഴിക്കൂ. നല്ല പച്ച പുല്ലാണിത്. കഴിച്ചോളൂ. നമ്മൾ കൂട്ടുകാരാണ്. എന്തിനെങ്ങനെ പേടിക്കുന്നത്? നല്ല കൂട്ടുകാരല്ലേ, എന്നെ പേടിക്കേ വേണ്ട. ആഹാ, വികൃതി തൂഫാൻ കുതിരേ, അവിടെ നിൽക്ക്, പോവല്ലേ. തൂഫാൻ, ഇന്ന് മുതൽ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാണ്, അറിയോ? ശിവയെ കണ്ടോ? കൂടെ തൂഫാനും ഉണ്ട്. ഞങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറണം. ആഹാ. പറഞ്ഞ നിങ്ങൾ അനുസരിക്കേ ഇല്ലല്ലോ. ഹോഴ്സ് റൈഡിംഗ് വിത്തൗട്ട് പാഡൽ ഇസ് വെരി ഡേഞ്ചറസ്. സൂക്ഷിക്കണം, കേട്ടല്ലോ?
ശിവ, എല്ലാ വർഷം പോലെയും വേദാനഗരത്തിൽ ഹോഴ്സ് റൈഡിംഗിന്റെ മത്സരം നടക്കാൻ പോകുന്ന അറിയോ? നമ്മുടെ തൂഫാൻ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവൻ മാത്രമായിരിക്കും ജയിക്കാം. വേണ്ട രവ, ഇവനെ അവിടെ ആരെങ്കിലും കണ്ടാൽ പിന്നെ അവരെ ഇവിടെ പിടിച്ചോണ്ട് പോകും. ഇവൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. ഹലോ ജോണി, എല്ലാ വർഷവും വേദാനഗരത്തിലെ നാടൻ കടത്താനുള്ള പരിപാടിയായിട്ട് എന്തിനാ അങ്ങോട്ട് വരുന്നേ? ഇന്ന് വരെ താൻ ജയിച്ചിട്ടുണ്ടോ പറ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സുഹൃത്തെ, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്റെ കുതിരയ്ക്ക് തീരെ സുഖമില്ലെന്ന് തോന്നുന്നു. അതിനോടാൻ പറ്റില്ല. ഇനി ഞാൻ പോയി വേറൊരു കുതിരയായിട്ട് വരാനുള്ള സമയം ഇനി ഇവിടെ ഇല്ല. ഇതിന് നല്ല കടുത്ത പനിയുണ്ട്. ഇതിനെ ഞാൻ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല. റേസിന്റെ പേര് കേട്ടപ്പോഴേക്കും നിന്റെ ബോക്സർ കുതിരയ്ക്ക് പനി വന്ന് വരച്ചാ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. നീയും പോയി ഇതിന്റെ കൂടെ അവിടെ തന്നെ അഡ്മിറ്റ് ആയി കിടന്നോന്നേ. അങ്ങ് ക്ഷമിക്കണം. ഈ വർഷം വേദാനഗരത്തിൽ കുതിരകളുടെ ഓട്ട മത്സരം വളരെ ആർഭാടത്തോടെയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. നമ്മുടെ വേദാനഗരത്തിൽ നിന്നും ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനില്ല. അഥവാ ഉണ്ടായിട്ടും എന്താ പ്രയോജനം? തോറ്റു തൊപ്പിയിട്ട് വെറുതെ നാടിന്റെ പേര് നാണം കെടുത്താന്നല്ലാതെ. ഏതെങ്കിലും ഒരു റേസർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദാ സെറ്റിക്ക് ഒരു ട്രോഫി കിട്ടിയേനെ. എന്റെ മുത്തശ്ശ, ഇതിപ്പോ വലിയ പൊളിവാളായല്ലോ. നമ്മുടെ നഗരത്തിൽ മത്സരം വെച്ചിരിക്കണോ? നമ്മുടെ നഗരത്തിലുള്ള ആരും തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നാണക്കേടാണ്. ഇനി എന്താ ചെയ്യും? പാർട്ടിസിപ്പേറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും നടക്കും. ഈ തവണത്തെ റേസിൽ ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അതും എന്റെ ഉറ്റ സുഹൃത്തായ തൂഫാന്റെ കൂടെ. അല്ലെങ്കിലും അവനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ പങ്കെടുക്കാം. നാളെ കാണാം. മോനെ ശിവ, ഒന്നവിടെ നിക്ക്. എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോ. ഹേയ് തൂഫാൻ, ഇങ്ങോട്ട് വാ. ആ കുട്ടിയെ കണ്ടില്ലല്ലോ. അവൻ എന്നെ കണ്ട് പേടിച്ച് കാണും. മത്സരം തുടങ്ങാനായിട്ട് ഇനി 3 മിനിറ്റേ ബാക്കിയുള്ളൂ. വേദാനഗരത്തിൽ നിന്നും ആരും തന്നെ വന്നിട്ടുമില്ല. എന്തായാലും ആ കാരണം കൊണ്ട് റേസ് തുടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ജെന്റിൽമാൻ, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ റേസ് നടക്കുന്നുണ്ട്. അതിൽ 4 തവണയും വീനസ് സിറ്റിയിലുള്ള റഫ്താർ സിംഗ് ആണ് ജയിച്ചിരിക്കുന്നത്. ഇത്തവണ മറ്റാരെങ്കിലും ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, വളരെ പ്രായം കുറഞ്ഞ ശിവ ഈ റേസിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് ശിവ. കുതിര റേസ് ചെയ്യുമ്പോ താഴെ വീഴുന്നത് പതിവാണ് കേട്ടോ. സൂക്ഷിച്ചാ നല്ലത്. താഴെ വീണാലും ഞാൻ വീണ്ടും കുതിരപ്പുറത്ത് കയറും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു തവണ റേസിന്റെ സമയത്ത് താഴെ വീണാൽ നട്ടെല്ലൊടിഞ്ഞവൻ പിന്നെ തിരിച്ചു കയറാനാവില്ല. എന്നാലും ഓൾ ദ ബെസ്റ്റ്.
ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ റേസ് കോഴ്സിൽ 3 റൗണ്ടുകളാണ് എടുക്കേണ്ടത്. അതിൽ തേർഡ് റൗണ്ട് ഫൈനൽ റൗണ്ട് ആണ്. റിമെമ്പർ 3 റൗണ്ട്സ് ഓഫ് ദിസ് കോഴ്സ്. ഓക്കേ എവരിവൺ, റെഡി, ഗെറ്റ് സെറ്റ്, ഗോ. ശിവ, ഇതെന്താ വല്ല ട്രെയിനോ മറ്റാണോ? റേസ് കഴിഞ്ഞിട്ടേ ഇത് നിൽക്കുകയുള്ളൂ. നിന്റെ അവസാനത്തെ ഹോഴ്സ് റേസിംഗ് ആയിരിക്കും കുട്ടി. എന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? ഇപ്പൊ കാണാം. ശിവ, ഓ നോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്താ മുന്നോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നേ? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്നറിയില്ല, തൂഫാൻ വേഗത്തിൽ പോകുന്നില്ല. തൂഫാൻ ഒരു കാട്ടുകുതിര ആയതുകൊണ്ട് ബെൽറ്റ് ഇട്ടത് അതിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. നീ ബെൽറ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ അവൻ വേഗത്തിൽ ഓടും. യെസ് രേവ, ഗുഡ് ഐഡിയ. നീ കുറച്ചു ദൂരേ ഉള്ളൂ. ഫുൾ സ്പീഡിൽ നമുക്ക് വേഗം ഓടി ജയിക്കണം. ഇത് നമ്മുടേത് മാത്രമല്ല, വേദ നഗരത്തിന്റെ അഭിമാനം കൂടിയാണ്.